ഭയങ്കര കോൺസെൻട്രേഷനിലാണല്ലോ. കുക്കിംഗ് നടത്തുമ്പോ കോൺസെൻട്രേഷൻ പിന്നല്ല കാണിച്ചോണ്ടിരുന്നാലേ കൃത്യമായിട്ടും രുചികരമായിട്ടും ഉണ്ടാക്കണം. അതെ, ഇന്ന് അമ്മയാണ് ഫുൾ വ്ളോഗ് ഹോസ്റ്റ് ചെയ്യണം കേട്ടോ. ഓടി നടക്കുവാണ് ഇന്നത്തെ വ്ളോഗ് അമ്മയാണ് ഹോസ്റ്റ് ചെയ്യണം കേട്ടോ. തുടങ്ങി കഴിഞ്ഞു, ഓൾറെഡി കൊറേ കഴിഞ്ഞു. അതെ, അന്നേരത്തേക്ക് വേണം സ്റ്റാർട്ടപ്പ് ഇടാൻ. പറയട്ടെ, നമ്മുടെ പേരയിലെ നിനക്ക് കഴിക്കാൻ ഫ്രൂട്ടായിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ ദേ 2 സപ്പോർട്ട. ഇത് നമ്മുടെ അല്ല, തിരുമറയൂരിന്ന് വരവാണ്. തിരുമറയൂരിന്നുള്ള സാധനം അമ്മാച്ചൻ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഷേക്ക് അടിക്കാം. പിന്നെ ദേ ഇത് കരിക്ക്. ഇത് അപ്പ ശരിക്കും പറഞ്ഞ അപ്പം ചൂടാൻ വേണ്ടി ഇളവന്തേങ്ങ ഇട്ട് നോക്കിയത്. അപ്പൊ കരിക്ക് പാകമായി പോയത് കൊണ്ട് ഞാൻ അതിന് അപ്പത്തിന് വേണ്ടി ഇത് എടുത്തില്ല. ഇത് കരിക്കായിട്ട് നിനക്ക് കോരിയെടുത്ത് കഴിക്കാം. നിന്റെ പാകത്തിനാണ്. അതിന്റെ വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് പാകം. ഞാൻ അതുകൊണ്ട് അത് എടുത്തില്ല കേട്ടോ. പിന്നെ ദേ ഇവിടെ നോക്കിയേരെ, ഞാൻ തേങ്ങ അത്ര ഉണങ്ങിയ തേങ്ങയല്ല, പച്ചത്തേങ്ങയല്ല കേട്ടോ, ഒരു പഴുപ്പൽ തേങ്ങ വെച്ച് ഞാൻ അപ്പത്തിന് വൈകിട്ടത്തേക്ക് പാലപ്പത്തിനാട്ടിട്ടോ. പിടിക്കാണല്ലോ. അതിപ്പോഴാണ് അറിയണേ. അറിയാം. ദേഷ്യം വന്നാലോ, കോപം മുന്നിൽ. നീ ഇതൊക്കെ കഴിച്ചോ, അത് കഴിഞ്ഞിട്ട് ഷേക്ക് അടിക്കാം. ഞാനിത് തൊണ്ടിയെത്തി വെക്കാൻ നേരത്തേക്ക് സ്പൂൺ എടുത്ത് കഴിക്കും. അപ്പൊ ഇത് കഴിക്കട്ടെ ഞാൻ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ബാക്കി പരിപാടി. ഇല്ലേ, കൂടുതലാണെങ്കിൽ അപ്പം എടുത്തോളൂ. അല്ല, മറ്റേ പഴവും കൂടെ വരില്ലേ, അപ്പൊ കൂടുതലാവില്ലേ? ക്യാമറ ഓണാ, അൺഎഡിറ്റ്. ക്യാമറയൊക്കെ ഓണാവട്ടെ. പറയണത് പ്രേക്ഷകര് കേട്ടോ. അതെ, സപ്പോർട്ട ഞാൻ തുണ്ടിയെത്തി എടുത്തേ. ഇതിലൊക്കെ നമുക്ക് മാറ്റണേ. ചിക്കു ഷേക്ക് കടയിലൊക്കെ ഇത് നല്ല റേറ്റാണ് തോന്നുന്നല്ലേ. ഇപ്പൊ റേറ്റൊക്കെ കുറഞ്ഞായിരിക്കും, കോവിഡ് ആയതുകൊണ്ട്. ഇപ്പം ഇതിലേക്ക് അങ്ങ് കട്ട് ചെയ്തിടാം. ശരിക്കും ഐസൊക്കെ ഇടായിരുന്നു, പക്ഷെ തണുപ്പ് വേണ്ടല്ലോ എന്ന് വേണ്ടാന്ന് കരുതി കേട്ടോ ഞങ്ങൾ അങ്ങനെ പാലും തണുപ്പിക്കാതിരുന്ന. പക്ഷെ ഞാൻ ചെയ്യണത് കാച്ചിയ പാലാണ് കേട്ടോ. കാച്ചി തണുത്ത പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കായിരുന്നു. പക്ഷെ തണുപ്പ് അങ്ങനെ വേണ്ടല്ലോ, ഇങ്ങനെ ഒരു പ്രത്യേക കാലാവസ്ഥയല്ലേ ഇപ്പം. ഇനി തണുപ്പും കൂടെ ചെന്നിങ്ങി പ്രശ്നങ്ങളുണ്ടാവണ്ട അല്ലേ. അതുകൊണ്ടാണ് ഞങ്ങൾ തണുപ്പിക്കാതെ എടുത്തത്. ഒരു വലുതും ഒരു ചെറുതും എടുത്തു. നല്ല മധുരം ഉണ്ടെന്ന് തോന്നുന്നല്ലേ. നല്ല മധുരമുണ്ട്. ഇത്തവണ നല്ല വിളഞ്ഞ സപ്പോർട്ടേ കൊണ്ടുവന്നത് അവിടെ നിന്ന്. പിന്നെ ഒറ്റെണ്ണം പൊട്ടിയിട്ടുമില്ല. എല്ലാം നല്ല നീറ്റായിരുന്നു. നല്ല സപ്പോർട്ടാണ്. നീ വരുമ്പോഴത്തേക്കും പഴുക്കാന്നും പറഞ്ഞ് പച്ചയാണ് കൊണ്ടുവന്നത്. പഴുത്ത് വന്നത് പാലൊഴിക്കാം. ഇത് ലീക്ക് വരും. ഞങ്ങൾ എന്നാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ സപ്പോർട്ട മുഴുവൻ അരിഞ്ഞിട്ടോ. ഇനി നോക്കിക്കോട്ടോ, ഇവിടെ നിന്ന് ഒഴിക്കാൻ വേണമെങ്കിൽ കുറച്ച് പാൽ ആദ്യം ഒഴിക്കും. കുറച്ച് പാൽ ഒന്നടിക്കും. എന്നിട്ട് അതൊന്ന് അരപ്പ് ഫോമിലായി കിട്ടും. അത് കഴിഞ്ഞേച്ച് ബാക്കി പാലും കൂടെ ചേർത്ത് ഒരു കറക്കല്. അപ്പൊ ഞാൻ അടിച്ചു കൊണ്ടുവരാം കേട്ടോ. എന്നാ രണ്ടാമത് അടിക്കുമ്പോ കണി ഒഴിച്ചാൽ മതി. ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ഈ പരുവത്തിൽ ആദ്യത്തെ ട്രിപ്പ് അടിച്ചതാ കിട്ടി. അപ്പൊ ഉണൂറിലിരുന്ന് പറയണ്ടെങ്കിൽ കൊണ്ടുപോവാ, എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാന്നല്ലേ. ആയില്ല, ബാക്കി പാലും കൂടെ ഒഴിച്ചു. എന്തോരം വേണം ഹണി? കുറച്ച് വരെ, ലേശം മതി. മധുരം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ. കുറച്ച് എന്തായാലും ഒഴിച്ചേക്കാം. പാലിന് മധുരം ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട്. സപ്പോർട്ടയ്ക്ക് മധുരമുണ്ട്. ഹെൽത്തി ആവാനാണ് ഹണി ചേർത്തത് കേട്ടോ. ഇതുപോലെ ഷുഗർ വേണമെന്നുള്ളവർക്ക് ഷുഗർ ചേർക്കാം. ഇതുപോലെ ഒന്നിളക്കിയേക്കാം അല്ലേ. എന്നിട്ട് എൻ്റെ അടിച്ച് ഐസ്ക്രീം ഒന്നും കസ്റ്റഡിയിലില്ല, അല്ലെങ്കിൽ പിന്നെ ഐസ്ക്രീം അടിക്കായിരുന്നു അല്ലേ. അപ്പൊ ഞങ്ങളിങ്ങനെ സാധാ അടിച്ച് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഫ്രൂട്ട്സ് ചിക്കു ഷേക്ക് പറ്റിയാ കഴിക്കുന്നത്. അതെ. അത് നാച്ചുറൽ ആയിട്ടുള്ള മാലിന്യങ്ങളൊന്നുമില്ല, അല്ല അപകടമില്ലാത്ത വിഷരഹിതമായ. ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. വിഷരഹിത പച്ചക്കറി എന്ന് പറയും പോലെ വിഷരഹിത സപ്പോർട്ട. അതെ. പാലെടുത്ത് വെച്ചിരുന്ന ഗ്ലാസ്സാണ്. ആ ഗ്ലാസ് ഞാൻ കഴുകിയില്ല, കാരണം അതിലേക്ക് തന്നെ ഒഴിക്കാനുള്ളത് കൊണ്ട്. ഇതിന് നമുക്ക് ഒഴിക്കാം.
അടിപൊളി അടിപൊളി. ഓ ഇച്ചിരി അധികം ഉണ്ട്. അധികം ഉള്ളത് അപ്പയ്ക്കൊരു ഗ്ലാസ് ഗ്ലാസ്സിൽ കൊടുക്കാം. അതൊരു കൊച്ചു ഗ്ലാസ് ഇവിടെ ഉണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. അതെ, ഞാൻ കാണിച്ചു തരാട്ടോ. അത് ഉള്ളിൽ കൊടുക്കാം. മധുരം നോക്കിയാലേ, വലിയ ആൾക്ക് കുറച്ച് കൊടുക്കണം, ചെറിയ ആൾക്ക് കൂടുതൽ കൊടുക്കണം. കൂടുതലല്ലേ? അയ്യോ, ഇത് അതിൽ അടിയാതെ കിടന്നാൽ അത് കുഴപ്പമില്ല. ഇതിൻ്റെ ഇത് തന്നെയല്ലേ, പഴുപ്പല്ലേ. നീ എടുത്ത് കഴിച്ചു നോക്കിക്കേ, മധുരം നോക്കി എങ്ങനെയാണ്. ഞാൻ ചിക്കു ഷേക്ക് കഴിക്കാൻ പോവാണ് രാവിലെ തന്നെ. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതിന്റെ ടേസ്റ്റ് ഒക്കെ. അതെ അതെ അതെ, കരിക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചിക്കു ഷേക്കാണ് കഴിക്കാൻ പോണേ. ഇതാണ് നമ്മുടെ ചിക്കു ഷേക്ക്. കുടിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ സപ്പോർട്ട ഇല്ലേ, അത് തന്നെ ടേസ്റ്റ്. അതിട്ടാണല്ലോ നമ്മൾ അടിച്ചത്. അതും പാലും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു രുചിയായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ഐസ്ക്രീം ഒക്കെ ഇട്ട് അടിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഗ്രാൻഡായി മാറും, നല്ല റിച്ചായി മാറും. നമ്മളിപ്പോൾ ഐസ്ക്രീം ഒന്നും എന്തായാലും ഇട്ടിട്ടില്ല, എങ്കിൽ കൂടിയും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മധുരം വേണമെങ്കിൽ ലേശം കൂടി ആവാം, പക്ഷെ ഞാൻ മധുരം ഇടുന്നില്ല, ഇത്ര മധുരം മതി. ഭയങ്കര കോൺസെൻട്രേഷനിലാണല്ലോ. കുക്കിംഗ് നടത്തുമ്പോ കോൺസെൻട്രേഷൻ കാണിച്ചോണ്ടിരുന്നാലേ രുചികരമായിട്ടും ഉണ്ടാക്കണം. അതെ, അമ്മയാണ് ഫുൾ വ്ളോഗ് ഹോസ്റ്റ് ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ്. അത് സ്വല്പം എടുത്ത് ഞാൻ വൈകിട്ടത്തെ അപ്പത്തിന് ചാറുകറി തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ അതിന് ഇഞ്ചി, വെളുത്തുള്ളി, സവോള വഴറ്റുക വെളിച്ചെണ്ണയിൽ. അത് വഴറ്റിയിട്ട് പൊട്ടറ്റോയും ചേർത്ത് ഇതിന്റെ മസാല മിക്സ് ചെയ്ത് റെഡിയാക്കി ഇവിടെ അങ്ങ് വെക്കും. പിന്നെ ഒരു 3 മണിക്ക് ശേഷം ബീഫ് ഇട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് റെഡിയാക്കും. അന്നേരത്തേക്ക് ഇത് അപ്പത്തിന്റെ മാവ് 10 മണിക്കല്ലേ ആട്ടി പൊങ്ങി വരുവോളൂ. പൊങ്ങി വരുമ്പോഴത്തേക്കും കറി തയ്യാറാക്കി വെക്കണം. അപ്പൊ ഉച്ചത്തേക്ക് ബീഫ് ഉലർത്തിയതുണ്ട് നമുക്ക്. കറി ബീഫ് ഉലർത്തിയത്, പാവയ്ക്ക, ചെമ്മീൻ ഉലർത്ത്, മുരുകറി. പിന്നെ എന്നാ വേണ്ട, അതൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ, മനപ്പൂർവ്വം കാണിക്കാതൊക്കെ. പച്ചച്ചെമ്മീനിട്ട് പാവയ്ക്ക, ക്യാരറ്റ്, ചെമ്മീൻ നമ്മള് പലപ്പോഴും കാണിച്ചേക്കണ കറിയാണ്. ആ കറിയാണ് ഉലർത്തായിട്ടുള്ളത്. പിന്നെ ബീഫ്, മുരുകറി, പിന്നെ പിക്കിൾ, ഇന്നലെ ഇട്ട പിക്കിൾ. അതെ, ഇത് മോളി അങ്ങനെ ഒരു രീതിയിൽ അതിനൊരു തമാശ. അതെ, അമ്മ എന്താ കാണണേ? ഞാൻ ഓരോരുത്തരുടെ യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ചിലരിലൊക്കെ കാണാറില്ല, അതൊക്കെ നോക്കുവാണ്. ഒന്ന് വാട്സപ്പ് സെർച്ച് ചെയ്യുന്നു. വാട്സപ്പിൽ എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് വന്നേക്കുന്നത് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. എന്തൊക്കെ ന്യൂസുകൾ, പള്ളിയിലെ ന്യൂസുകൾ നോക്കണ്ട. പിന്നെ 7 മണിക്ക് പ്രെയർ മീറ്റിംഗ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. 7 മണിയാകുമ്പോൾ അത് വെക്കണം. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. പിന്നെ നമ്മുടെ ചാനലിൽ കമൻറ്റുകൾ വന്നേക്കണം, നോക്കണ്ട കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. ഇപ്പം അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഊണെടുക്കും. അപ്പോൾ വീട്ടിൽ പോയേക്കുവാണ്, വരാറായിട്ടുണ്ട്. എല്ലാവരും പഠിപ്പിക്കുന്നൊക്കെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടേ എല്ലാവർക്കും വീട്ടിൽ നല്ല പേരൻസിന് നല്ല മല്ല. എന്നാ കവറില് എന്ത് പഴാ? അമ്മ ചോറ് കളമ്പാനുള്ള തിരക്കില. ബീഫൊക്കെ ചൂടാക്കുന്നു. ഇന്ന് ബീഫൊക്കെ ഉള്ള ലഞ്ചാണല്ലോ, അടിപൊളി. അപ്പൊ അമ്മ ഹോസ്റ്റ് ചെയ്ത ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. നമ്മള് മാവ് കാണിക്കാൻ കേട്ടോ. ഞാൻ ഒരെണ്ണം
രണ്ടാമത്തെ കോരി ഒഴിച്ച് ചുട്ടുപോയി. അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇവള് ഫ്രീ അല്ലായിരുന്നു, പുറത്ത് വേറെ കുറച്ച് ഷൂട്ടായിരുന്നു. അതെ. അപ്പൊ വന്നു കഴിഞ്ഞപ്പോ ഒന്ന് കാണിക്കാന്ന് കരുതി. ഇതേ സെക്കൻഡ് അപ്പം. ഈ കോരി ഒഴിച്ച് ചുണ്ണത് എടുക്കാൻ കേട്ടോ. സെക്കൻഡ് അപ്പം. മാവ് ഞാൻ നുരങ്ങി പൊങ്ങിയിരിക്കുന്നത് മാവും കാണിച്ചു തരാം. ഇതും ബീഫും ആണ് ഇന്ന് കഴിക്കാൻ പോണത്. ഇതേ കോരി ഒഴിക്കണ കാണിക്കാം. അപ്പൊ മാവിന്റെ നൊരങ്ങിരിക്കണ ഇതും കാണിച്ചു തരാം കേട്ടോ. ആയിക്കോട്ടെ. അതോടുകൂടി അമ്മയുടെ ഇന്നത്തെ കറി ശരിയാക്കാനുണ്ട്, മസാല ശരിയാക്കിയിട്ടുള്ളൂ. നോക്കതേ നല്ല നൊരഞ്ഞു പൊങ്ങിയിരിക്കണേ. ഞാൻ കുറച്ച് മാവെടുത്ത് ഒരു പാത്രത്തിലാക്കി വെച്ചു, നാളെ സ്വല്പം വട്ടയപ്പം ചുടണമെന്നുണ്ട്. കോരി ഒഴിക്കുക കേട്ടോ. ചൂടായോ നോക്കട്ടെ. ചൂടായി. ഒത്തിരി ചൂടായ കല്ല് ഒരു സുഖമില്ല, ഒരു ഇതായിട്ട് വരും, ശരിയാവൂല. അതിലൊരു എന്നാ അതിന് പറയണ വാക്കത്, ഇങ്ങനെ അപ്പത്തിനൊരു ഷേപ്പ് അല്ലാത്തോളം എല്ലാം ഒരു വ്യത്യസ്തതയായി പോകും. മീഡിയം ചൂടിലെ കല്ലിരിക്കാവോളാ പരുവത്തിനെ കല്ലിലേക്ക് കോരി ഒഴിക്കാവുള്ളൂ. അതാണ് ടെക്നിക്ക്. ആ ഒരു കയ്യില് മാത്രമേ ഒഴിക്കാവുള്ളൂ. അല്ല അങ്ങനെയല്ല, ഈ കയ്യിൽ നമ്മൾ ഒഴിക്കണ കയ്യിൽ ഈ കയ്യിലിൻ്റെ ആണ് മാത്രം. അങ്ങനെ ഓരോരുത്തർക്കും ഒരേ അളവ് കയ്യിലുകൾ ഉണ്ടാവും ഒഴിക്കാൻ. 2 ട്രിപ്പായിട്ട് ഒഴിച്ചാൽ അത് ശരിയാവൂല. ഇനി ഇതേ നൊര വന്ന് തുടങ്ങിയത് കണ്ടോ. ഇനി അടയ്ക്കാം. ഇനി വെയിറ്റ് ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് സഡൻ ആയിരിക്കണല്ല, എന്റെ സ്വഭാവം പോലെ. അപ്പൊ അമ്മ ഇതിന്റെ ഒപ്പം ബീഫ് ചാറാണോ ഉണ്ടാക്കുന്നത്? ബീഫ് പെരള. അതിന് ബീഫ് വേവിച്ചത് ഇരിപ്പുണ്ട്. ഇനി തേങ്ങാപ്പാലൊക്കെ ചേർത്തത് അതിന്റെ മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നേരത്തെ കാണിച്ചതാ. നീ ബീഫ് അതിലേക്ക് ചേർത്ത് തേങ്ങാപ്പാൽ ചേർക്കണം. അതെ. ആ പരിപാടി കഴിയും. ഇത് എടുക്കണതും കാണിക്കാം കേട്ടോ. അയി വന്നെയുള്ളൂ. ഇല്ല കേട്ടോ, മുരിഞ്ഞു വരട്ടെ എന്നിട്ട് എടുക്കാം. കുളിയൊന്നും നടന്നിട്ടില്ല. എടുക്കുവാണേ. നല്ല സൂപ്പർ ഗോൾഡൻ കളറൊക്കെ അരികിലായിട്ടുണ്ട്. ലേസ് അടിപൊളി. ഇതിലേക്ക് ഇതെങ്ങനെ മറിക്കാം. ഓരോരോ ടെക്നിക്കുകളെ. ഇതാണ് ഇന്നത്തെ ഡിന്നർ. അടുത്ത കോരി ഒഴിക്കട്ടെ. ആവി പറക്കുക. കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അമ്മ ഇതൊക്കെ കാണിക്കൂട്ടോ. അമ്മ ഇതൊക്കെ തുറന്ന് കാണിക്കട്ടെ. എവിടെ പോയാവോ? ചിലപ്പോ പൊട്ടൊക്കെ കുത്താൻ പോയതായിരിക്കും, അറിയില്ല. അപ്പൊ നമ്മുടെ ഡിന്നർ റെഡി. സമയം 7:30. സംഭവം റെഡി ആയിട്ടുണ്ട്. അതെ, 7:30 ആയോളെങ്കിലും സംഭവം റെഡി. പാലപ്പം വിത്ത് ബീഫ് പെരള. വാവ്, ഗ്രേറ്റ്. ഞാൻ ഇളക്കി കടിക്കാം. സൂപ്പർ. ഭയങ്കര ചൂടാട്ടോ, കറിക്ക് ഭയങ്കര ചൂടാ. റെഡിയാക്കിയുള്ളൂ. പിന്നെ കഴിക്കുമ്പോൾ വേണമെങ്കിൽ എടുക്കാം. അതെ. അപ്പൊ ഇന്നത്തെ ദിവസത്തെ വ്ളോഗിനെ പറ്റി അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ ദിവസത്തെ വ്ളോഗ് വളരെ നന്നായിരുന്നു. പക്ഷേ വൈകുന്നേരം ഇവള് വേറൊരു കുക്കിങ്ങിന് പുറത്തേക്ക് പോയി. ഞാനൊന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് വന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈം ഡിലേ ആയിപ്പോയി പരിപാടി ചെയ്യാൻ. അപ്പോൾ വൈകിട്ട് പരിപാടി ചെയ്ത് കഴിഞ്ഞിട്ടാണ് കുളിക്കാറ് സാധാരണ. അപ്പം അത് കഴിഞ്ഞ് കുളിച്ചപ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റ് ആയിന്നേ ഉള്ളൂ. പിന്നെ മാവ് അധികം പൊങ്ങി പോയി കഴിഞ്ഞാൽ പുളിപ്പ് കൂടി പോവില്ല. അതുകൊണ്ട് അപ്പം ഓൾറെഡി ചുട്ട് വെച്ചു. ഞങ്ങൾ കഴിക്കുമ്പോഴാണ് അപ്പം ചുട്ടെടുക്കാറ്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ, പൊങ്ങി പോകുന്നത് കൊണ്ട് ചുട്ടെടുത്തു. അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ കൈകൊണ്ടെടുത്ത് കാണിക്കാവേ ഒരെണ്ണം. അപ്പം അങ്ങനെ ഇന്ന് ഞങ്ങളെ വ്ളോഗ് അവസാനിപ്പിക്കണം. എങ്ങനെയൊക്കെയാണ് കാണിക്കേണ്ടത് എനിക്കറിയില്ല. അപ്പൊ കറക്റ്റായി. നടുക്കത്തെ തിക്നെസ് എൻ്റെ അപ്പത്തിൻ്റെ ഒരുപാട് തിക്നെസ് ഒന്നുമില്ല. പിന്നെ ഇവിടെ എല്ലാവർക്കും ഞങ്ങൾക്ക് 3 പേർക്ക് നന്നായിട്ട് അരികി ഇങ്ങനെ മുരിയണം. അതെ, നടുക്ക് ഇങ്ങനെ നടുക്ക് മിടുക്കിയാണ്. ആവശ്യത്തിന് മതി. ഇത്രയൊക്കെ മതിയല്ലോ. അങ്ങോട്ട് ഫോണിലേക്ക് ഇതെടുത്ത് മൂടി വെക്കട്ടെ. ഇപ്പൊ ഊണുമുറിയിലേക്ക് വെച്ചേക്കാം അല്ലേ? അതെ. അപ്പൊ അങ്ങനെ 7:30 ഞങ്ങളൊരു 8:30 8:45 ഇനി ഇവരൊക്കെ കുളിക്കണം, പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ. അപ്പൊ ഇനിയിപ്പൊ വേറൊരു ഡിഷുമായിട്ട് ഞങ്ങള്
പ്രത്യക്ഷപ്പെടാം. അതൊരു ഡിഫറെന്റ് വെറൈറ്റി ഡിഷാണ്. ചിലരുടെ വീടുകളിലൊക്കെ ഉണ്ടാകും ആ ഐറ്റം. നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുക്കുന്നതാണ്. ഇവിടെ പണ്ടത്തെ കാലത്ത് ഒരുപാടുണ്ടായിരുന്ന അത് ഇവിടെ നഷ്ടപ്പെട്ടു പോയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പിടിപ്പിച്ചെടുത്തതാ. ഞാനല്ല, ഇവളും അപ്പയും കൂടെ, ഇവർ രണ്ടുപേരും കൂടെ ആട്ടോ നടിയിലൊക്കെ. അങ്ങനെ അതുകൊണ്ട് ഒരു ചെറിയ കറിയാണ് നാളെ തയ്യാറാക്കുന്നത്. അപ്പൊ അത് പിന്നാലെ വരുന്നതായിരിക്കും അല്ലേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ എല്ലാവരും അത്താഴമൊക്കെ കഴിച്ച് വിശ്രമിച്ച് അത്താഴമൊക്കെ കഴിച്ച് ഉറങ്ങാൻ നോക്കുക അല്ലേ. അപ്പൊ ശരി എന്നാ, ഓക്കെ.